ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് കേട്ടോ. വാടക വീട്ടിലേക്ക് മാറിയ ശേഷമുള്ള ഒരു ഡേ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ അടിച്ചു കോരലും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മോനും മോളും എണീറ്റ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ചത് കൊടുക്കുകയാണ്. അപ്പോൾ മോന് മാത്രമേ അത് കഴിക്കുള്ളൂ കേട്ടോ, മോൾക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം ഉച്ചക്കത്തേക്കുള്ള മന്തി റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ 2 മാഗി ക്യൂബും ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ആകെ മന്തി മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിട്ടാൽ തന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ കളറൊന്നും മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഒരു ക്യാപ്സിക്കം നന്നായി ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഒരു മന്തി റൈസ് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അരമണിക്കൂർ ഈ മന്തി റൈസ് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി വെന്ത് ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് അത് ഡ്രെയിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഈ ഒരു വേവിച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി പാലിൽ ചേർത്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്മോക്കൊന്നും ചെയ്യാതെ തന്നെ ഈ ഒരു മന്തി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓഫാക്കി കൊടുത്താൽ മതി. ഇത് കറക്റ്റ് ഒരു പാകത്തിന് കിട്ടും കേട്ടോ, ഒറ്റ വിസിൽ മതി. അങ്ങനെ നമ്മൾ മന്തിയുടെ ഒരു പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മണമൊക്കെ നല്ല മന്തി മണമൊക്കെ അടിക്കുന്നുണ്ട്. മോനും മോളും ആ ഒരു മണമൊക്കെ കേട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എന്നത്തേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മന്തിയുടെ കൂടെ മയണൈസും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇതിനൂടെ ഞങ്ങൾക്ക് മയണൈസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ കറണ്ട് പോയത്. അപ്പോൾ ഇത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചൂടൊക്കെ അറിയ ശേഷം മോനും മോൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ക്ഷീണത്തിലൊന്ന് ഉറങ്ങിപ്പോയി. അതിനുശേഷം എന്താ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. ഒരു 4 മണി 5 മണി സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയുടെ കൂടെ ബ്രെഡും റസ്ക്കും ആണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അതും കൂടി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ.